ഹലോ ഗൈസ്, എല്ലാവർക്കും ലിയാസ് ഗാലറി 2.0യിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സിന്ദഗി കാ സഫർ എന്നുള്ള പാഠം റിവ്യൂ ചെയ്യാം. ഈ പാഠത്തിൽ 3 ഹൈക്കുകളാണുള്ളത്. ഹൈക്കു എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഷോർട്ട് പോയംസ് ആണ് ഹൈക്കു എന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ ഹൈക്കു നമുക്ക് നോക്കാം. സുരംഗമ യാദവ് എഴുതിയ ഹൈക്കു ആണ് ഇതിലെ ആദ്യത്തേത്. സൂക്ക യാ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂക്ക സൂക്ക എന്ന് വെച്ചാൽ ഉണങ്ങിയ അല്ലെങ്കിൽ വരൾച്ച എന്നൊക്കെ മീനിങ് വരും. സൂക്ക യാ ബാഡ്, ബാഡ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം. വരൾച്ചയോ അതോ വെള്ളപ്പൊക്കമോ ആകട്ടെ, സാഹബ് കെ ആംഗൻ ആകട്ടെ, സാഹബ് കെ ആംഗൻ, സാഹബ് പറഞ്ഞാൽ സാറ് മുതലാളി എന്നുള്ള അർത്ഥം വരും. സാഹബ് കെ ആംഗൻ, ആംഗൻ മുറ്റം, മുതലാളിയുടെ മുറ്റത്ത് സദാ ഫുഹാർ, സദാ എപ്പോഴും, ഫുഹാർ എന്ന് വെച്ചാൽ വെള്ളത്തുള്ളികൾ എന്നർത്ഥം. അതെല്ലാം ചെറിയ വെള്ളത്തുള്ളികൾ മാത്രമാണ്. ഇതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സൂക്ക യാ ബാഡ്, വരൾച്ചയോ വെള്ളപ്പൊക്കമോ എന്തുമാകട്ടെ, സാഹബ് കെ ആംഗൻ, ധനികന്മാരുടെ മുറ്റത്ത് അതെല്ലാം ചെറിയ വെള്ളത്തുള്ളികൾ മാത്രമാണ്. ധനികരായവരെ അതൊന്നും വലിയ തരത്തിൽ ബാധിക്കുന്നില്ല എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഹൈക്കു നോക്കാം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയ ഹൈക്കു ആണ് രണ്ടാമത്തേത്. പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഡാപേക്കി ദീക്തി നെഹി. പിതാനെ ഡൂണ്ടി, പിതാവ് അന്വേഷിച്ചു, ഡൂണ്ടി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു. ലാട്ടിയാം ബുഡാപേക്കി, ലാട്ടിയാം എന്ന് പറഞ്ഞാൽ ഊന്നുവടി. ബുഡാപ്പ വാർദ്ധക്യം, വാർദ്ധക്യത്തിൽ അദ്ദേഹം ഊന്നുവടി അന്വേഷിച്ചു. ദീക്തി നെഹീം, എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദീക്തി നെഹീം എന്ന് വെച്ചാൽ എവിടെയും കണ്ടില്ല. പിതാവ് വാർദ്ധക്യ സമയത്ത് ഊന്നുവടി അന്വേഷിച്ചു, പക്ഷേ അദ്ദേഹത്തിന് അതെവിടുന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൻ്റെ ആന്തരികാർത്ഥം എന്താണെന്ന് വെച്ചാൽ പിതാവിന് വാർദ്ധക്യ സമയത്ത് ആരാലും സഹായം ലഭിച്ചില്ല, അദ്ദേഹത്തെ ആരും നോക്കിയില്ല എന്നൊക്കെയാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. അദ്ദേഹം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ലാട്ടിയാം ഊന്നുവടി എന്നതുകൊണ്ട് സഹായം എന്നൊരു ആശയമാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. ഡൂണ്ട്തി രഹി എന്ന് വെച്ചാൽ ഡൂണ്ട്ന അന്വേഷിക്കുക, ഡൂണ്ട്തി രഹി എന്ന് വെച്ചാൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബർഫീലി നഗരിയമേ, ബർഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ്. ബർഫീലി നഗരിയമേ, തണുപ്പുള്ള നഗരത്തിലും. നേഹ് കി ആഞ്ച്, നേഹ് എന്ന് വെച്ചാൽ സ്നേഹം. നേഹ് കി ആഞ്ച്, സ്നേഹത്തിൻ്റെ ആഞ്ച് ചൂട്, സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാത്ത ഒരാളുടെ നൊമ്പരമാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. ബർഫീലി നഗരി മേംബി നേഹിക്ക് ആഞ്ച് ഡൂണ്ട് രഹി ഹേ വോ. മഞ്ഞുകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു തണുപ്പൻ നഗരത്തിലും സ്നേഹമാകുന്ന ചൂട് തിരയുകയാണ് അദ്ദേഹം. പരിശുദ്ധ സ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം ഈ വരികളിലൂടെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അതുവരേക്കും ബൈ.